ബി ഹാപ്പി ഫോർ ദിസ് മൊമെന്റ്. ദിസ് മൊമെന്റ് ഈസ് യുവർ ലൈഫ്. ഉമർ ഖയ്യാം എന്ന് പറയുന്ന ഫിലോസഫറിന്റെ വാക്കുകളാണിത്. ലെറ്റ്സ് ടോക്ക് മെന്റൽ ഹെൽത്ത് എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഹാപ്പിനെസിനെ കുറിച്ചാണ്. ഈ ടോക്കിൽ നമ്മളോടൊപ്പം ചേരുന്നത് ഹാപ്പിനെസ് കെയറിന്റെ സിഇഒയും സൈക്കോളജിസ്റ്റുമായിട്ടുള്ള റെജില മാനിയേരി മാം ആണ്. ഹാപ്പി വെൽക്കം മാം. മാം, ഈ ലോകത്ത് എല്ലാ ആളുകളും എന്ന് വെച്ചാൽ കൂടുതൽ ആളുകളും വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടാണ് ജീവിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ചെറിയ കാര്യങ്ങളിൽ പോലും ഇങ്ങനെ എപ്പോഴും സ്ട്രെസ്ഫുൾ ആയിട്ട് ഒരു കാര്യത്തിലും സന്തോഷിക്കാൻ കഴിയാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന കുറെ ആളുകളെ ചുറ്റും നോക്കി നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഓക്കെ, നിസാം പറഞ്ഞ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ലോകത്ത് ഭൂരിപക്ഷം ആൾക്കാരും മെന്റൽ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് ഞാൻ ഫസ്റ്റ് തന്നെ അതിനെ എതിർക്കുകയാണ്. കാരണം സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഒരു കാര്യപ്രവർത്തിയിലേക്ക് ഏർപ്പെടാൻ പോകുമ്പോൾ നമ്മളെ ബോഡി ഇല്ലെങ്കിൽ നമ്മളെ ഹോർമോൺസ് നാച്ചുറലായിട്ട് തരുന്ന ഒരു റെസ്പോൺസ് ആണ്. ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ടാവും സ്ട്രെസ് ഹോർമോൺസ് ഇല്ലെങ്കിൽ കോർട്ടിസോൾ, ഇങ്ങനെയുള്ള ഹോർമോൺസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ വക ഹോർമോൺസ് ആ ടൈമിൽ നമ്മുടെ ബോഡിയിലൂടെ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയും. അതായത് നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്യണോ അല്ല ഫ്ലീ ചെയ്യണോ, നമ്മൾ അതിനെ നേരിടണോ അഥവാ അതിനെ അവഗണിച്ചു പോകണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആസ് എ മനുഷ്യർ എന്നുള്ള നിലയിൽ നമ്മൾ ഇത്രയും കാലം അതിജീവിച്ച് വന്നിരിക്കുന്നത് ഈ ഒരു സ്ട്രെസ്സിലൂടെ കടന്നു പോയത് കൊണ്ടാണ്, അല്ലെ? മനുഷ്യരായാലും മൃഗങ്ങളായാലും അതിജീവിക്കുന്നത് അവരവരെ കഴിവ് കൊണ്ടാണ്. അപ്പൊ ഈ കഴിവിലൂടെ മുന്നേറുമ്പോൾ നമുക്ക് തീർച്ചയായും സ്ട്രെസ്സിലൂടെ കടന്നു പോകേണ്ടി വരും. ഇനി ഇതിനെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാവുന്നതാണ്. അതായത് ഇപ്പം സ്ട്രെസ് എന്ന് പറയുമ്പം നമുക്കറിയാം, ഇപ്പൊ നമുക്കൊരു ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇന്റർവ്യൂവിൽ പോകുന്നു, തീർച്ചയായും നമ്മൾ ഒരു സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നതാണ്. ഓക്കെ, അപ്പൊ പ്രൊമോഷൻ കഴിയുന്ന സമയത്ത് ഇല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടുന്ന സമയത്ത് നമ്മളെ ഉത്തരവാദിത്തങ്ങൾ കൂടെയാണ്, അവിടെ സ്ട്രെസ് കൂടെയാണ് വേണ്ടത്, അല്ലെ? പക്ഷെ ഒരു മനുഷ്യൻ അങ്ങനെയാണോ? ആ ടൈമിൽ നമുക്ക് സന്തോഷം കിട്ടുന്നു, നമ്മള് പ്രൊമോഷൻ കൂടുന്നു, നമുക്ക് പൈസ ഇൻക്രിമെന്റ് ഉണ്ടാവുന്നു, ബട്ട് എന്താണ്, സ്ട്രെസ്സും അവിടെ കൂടുകയാണ്, അല്ലെ? പക്ഷേ ഇതിനെ സ്ട്രെസ്സിനെ നമുക്ക് എങ്ങനെയാണ് ഒരു സ്ട്രെസ്സിന്റെ നെഗറ്റീവ് സൈഡ് നോക്കാം എന്ന് വെച്ചാൽ, ഇപ്പം ഈയിടെ വാർത്തയിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ഈ കോർപ്പറേറ്റ് ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അതായത് മൾട്ടിപ്പിൾ റെസ്പോൺസിബിലിറ്റീസ് അറ്റ് എ ടൈം നമുക്ക് ചെയ്യേണ്ടി വരുന്നു. അതായത് നമ്മളെ മാനേജർ നമ്മളോട് ഔട്ട്കംസ് ചോദിക്കുന്നു, നമ്മളെ താഴെയുള്ള ആൾക്കാർ നമ്മൾ കൊടുക്കുന്ന ജോലികളുടെ ഔട്ട്പുട്ട് നമുക്ക് കറക്റ്റായി കിട്ടുന്നില്ല, എല്ലാം കൂടെ നമ്മുടെ തലയിൽ വരുന്ന സമയത്ത് നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് പോകുന്നു. നമ്മുടെ ശരീരം ഇല്ലെങ്കിൽ നമ്മുടെ തലച്ചോറ് അത് താങ്ങാത്ത അവസ്ഥയിൽ പോകുമ്പോഴാണ് അതൊരു നെഗറ്റീവ് സ്ട്രെസ് ആയി മാറുന്നത്. അല്ലാതെ മനുഷ്യർ എന്ന നിലയിൽ നമുക്ക് അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഒരു സ്ട്രെസ്സിലൂടെ കടന്നു പോകേണ്ടതാണ്. അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ ഹാപ്പിനെസ്സും ഫ്രീഡവും തമ്മിലൊരു കണക്ഷൻ ഉണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ലൈഫ്, നമ്മൾ ചൂസ് ചെയ്യുന്ന കരിയർ, നമ്മൾ ചൂസ് ചെയ്യുന്ന, ഇപ്പോൾ നമുക്ക് ഏറ്റവും ധരിക്കാൻ ഇഷ്ടമുള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ നമ്മുടെ ഇഷ്ടങ്ങളിലൊക്കെ മറ്റൊരാൾ സ്വാധീനം ചെലുത്തി ആ ഫ്രീഡം ഇല്ലാതാകുമ്പോൾ നമ്മുടെ സന്തോഷം അതോടുകൂടി ഇല്ലാതാവില്ലേ? തീർച്ചയായും. അതായത് സന്തോഷവും ഫ്രീഡവും തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷൻ ഉണ്ട്. നമ്മൾ സയന്റിഫിക്കലി പറഞ്ഞാൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ വേണമെങ്കിൽ പറയാം. അപ്പോ ഫ്രീഡം എന്നുള്ളത് അല്ലെങ്കിൽ സന്തോഷം എന്നുള്ളത് എല്ലാവർക്കും വ്യക്തിപരമായിരിക്കും. അതായത് എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളായിരിക്കത്തില്ല ചിലപ്പോൾ നിസാമിന് സന്തോഷം തരുന്നത്, അല്ലെ? ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, അമ്മ കുട്ടിക്ക് വേണ്ടി ചിലപ്പോൾ പല സാക്രിഫൈസും ചെയ്യുന്നതായിരിക്കും. സാക്രിഫൈസ് ഇല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ ആയിരിക്കുമ്പോൾ ആ അമ്മ ജീവിതത്തിൽ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല, ഞാൻ ആ കൊച്ചിന് വേണ്ടി, എന്റെ കൊച്ചിന് വേണ്ടി ഇങ്ങനെ ചെയ്തിരുന്നു, ഇത്രത്തോളം ഞാൻ ത്യാഗം ചെയ്തിരുന്നു എന്ന് ഒരമ്മ തീരുമാനിക്കുന്നില്ല, അല്ലെങ്കിൽ റിഗ്രറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അവിടെ ആ സന്തോഷത്തിന് പകരം ആ ത്യാഗം സ്വീകരിക്കുന്നത് അമ്മ തന്നെയാണ്. അപ്പൊ അമ്മക്ക് ഒരിക്കലും അത് സന്തോഷ ഇല്ലായ്മ ഇല്ലെങ്കിൽ എന്റെ ഫ്രീഡം നഷ്ടപ്പെട്ടു ഇല്ലെങ്കിൽ എന്റെ സന്തോഷം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നില്ല. ഇനി മറുവശത്ത് ഇപ്പം നേരത്തെ നിസാം പറഞ്ഞതുപോലെ ഇപ്പം നമുക്ക്
നമ്മൾ ആലോചിക്കുന്നത് പോലെ ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ കഴിയുന്നില്ല, ഇല്ലെങ്കിൽ നമുക്ക് പോകേണ്ട സ്ഥലത്ത് പോകാൻ പറ്റുന്നില്ല. ഒബ്വിയസ്ലി അതൊക്കെ തീർച്ചയായും നമ്മുടെ സന്തോഷത്തെ ബാധിക്കുന്നു. നമ്മുടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സന്തോഷം വേറെ ആരും നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഒരു സാധനമല്ല. അത് നമ്മുടെ സന്തോഷം നമ്മൾ അകത്ത് തന്നെയാണ്, അല്ലെ? തത്വമസി എന്നൊക്കെ പറയല്ലോ നമ്മള്, അല്ലെ? ഞാൻ തന്നെയാണ് എല്ലാം തീരുമാനിക്കണേ, ഇല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ഐ ആം തൗ എന്ന് പറയും, അല്ലെ? സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ സന്തോഷം ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. വേറൊരാളും നിന്ന് നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല. അത് നമ്മുടെ സന്തോഷം നമ്മുടെ അകത്ത് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. സന്തോഷം ഇല്ലെങ്കിൽ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അതിനൊരു ഉദാഹരണം ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു ബസ്സിലൂടെ യാത്ര ചെയ്യുന്നെന്ന് വിചാരിക്കാം. അപ്പം ഒബ്വിയസ്ലി ആ ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു ടിക്കറ്റ് എടുത്ത് കാണും, അല്ലേ? നമ്മള് ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് നമുക്കായി ഒരു സീറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോ ഒരു വ്യക്തി നിങ്ങളെ അടുത്ത് വന്ന് നിൽക്കുകയാണ്, ഇല്ലെങ്കിൽ എന്തോ ഒരു അവസ്ഥയിൽ അയാൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ല, അയാള് നിങ്ങളെ കൂടെ ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണോ, അതായത് അഡ്ജസ്റ്റ് ഇൻ ദ സെൻസ് നിങ്ങൾ ആ സീറ്റിൽ നിന്ന് കുറച്ച് ഒതുങ്ങിക്കൊടുത്ത് ആളെ കൂടെ അക്കോമഡേറ്റ് ചെയ്യണോ എന്നുള്ളത് നമ്മുടെ സ്വന്തം തീരുമാനമാണ്, അല്ലെ? അത് നമ്മൾ അയാൾക്ക് സീറ്റ് കൊടുത്തില്ല എന്ന് വിചാരിച്ച് നമ്മൾ മോശക്കാരാവുന്നൊന്നുമില്ല, ഇല്ലേ? ആരും വന്ന് നമ്മളോട് പറയത്തില്ല നിങ്ങൾ എണീറ്റ് കൊടുക്കൂ, ഇല്ലെങ്കിൽ നിങ്ങൾ മാറിക്കൊടുക്കൂ എന്ന് പറയത്തില്ല. ബട്ട് നമ്മുടെ ഒരു മിറർ ഹോർമോൺ എന്ന് പറയും, അതായത് നമുക്ക് മറ്റു വ്യക്തികളോട് തോന്നുന്ന ഒരു ദയ, ഇല്ലേ? അത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചൊന്ന് ഒതുങ്ങി കൊടുക്കുന്നു. അത് നമ്മുടെ ചോയ്സ് ആണ്. അവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ് ലൈഫിൽ, അല്ലെ? അപ്പൊ ആ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് നമുക്ക് നമ്മുടെ സന്തോഷം ഇല്ലാതാവുമോ? ഒരിക്കലും ഇല്ല. ഓക്കെ, അതുപോലെ ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ എണീറ്റ് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാം, അല്ലെ? അപ്പൊ അത് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങളുടെ പൈസക്ക് എടുത്ത ടിക്കറ്റ് ആണ്, നിങ്ങൾ ട്രാവൽ ചെയ്യാൻ എടുത്തൊരു ടിക്കറ്റ് ആണ്. അവിടെ എണീറ്റ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ഡിസിഷനും നമ്മുടെ തന്നെയാണ്. അത് ടോട്ടലി നമ്മളിലാണ് ഡിപ്പെൻഡ് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണ അവസ്ഥയിലൊന്നും, അല്ലെ? പലപ്പോഴും നമ്മളൊരു സൊസൈറ്റൽ നോംസ് ഇല്ലെങ്കിൽ സമൂഹത്തെ കാണിക്കാൻ, ഇല്ലെങ്കിൽ അവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചാണ് എണീറ്റ് കൊടുക്കുന്നത്, അല്ലെ? നമ്മൾ ഒരു ചെറുപ്പക്കാരല്ലേ, അപ്പൊ ഒരു വയസ്സായ അമ്മക്ക് സ്ഥലം കൊടുക്കണ്ടേന്നൊക്കെ നമ്മൾ ഉള്ളിൽ തോന്നിയിട്ട്, ഇല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് തോന്നിയിട്ടാണ് എണീറ്റ് കൊടുക്കുന്നത്. ബട്ട് ആ ഒരു നിമിഷത്തിലും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ സന്തോഷം ഏതിലാണ് എന്നതിലും കൂടെയാണ്. ഓക്കെ, അപ്പൊ സന്തോഷവും ഫ്രീഡവും ഓരോ മനുഷ്യർക്കും ഓരോ രീതിയിലാണ്. അത് നമ്മൾ തന്നെ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. ഈ മെന്റൽ ട്രോമ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് മെന്റൽ ട്രോമ. നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചില എക്സ്പീരിയൻസ് മെന്റൽ ട്രോമയിലേക്ക് നയിക്കും. ഈ മെന്റൽ ട്രോമ വലുതാകുന്ന സമയത്ത് നമ്മുടെ ഹാപ്പിനെസ്സിനെ, സന്തോഷത്തെ ഇല്ലാതാക്കും. മെന്റൽ ട്രോമ അതിപ്പം നമ്മളെ ചൈൽഡ്ഹുഡിലാണെങ്കിലും നമ്മള് വലുതായതിനു ശേഷമായിട്ടും തീർച്ചയായും അത് നമ്മളെ ബാധിക്കും. ഒരു നിലയിൽ അല്ലെങ്കിൽ വേറൊരു നിലയിൽ അത് ബാധിക്കും. ഓക്കെ, അപ്പൊ ഓരോരോ ആൾക്കാരെയും ബാധിക്കുന്ന രീതി ഓരോ തരത്തിലായിരിക്കും. ഓക്കെ, ഇപ്പം നിസാം ഒരു കാര്യത്തെ എങ്ങനെ എടുക്കുന്നു പോലെ ഇരിക്കും നിസാമിന് ആ ഒരു കാര്യത്തിൽ ഉണ്ടാവുന്ന ട്രോമ. വേറൊരു രീതി എന്ന് വെച്ചാൽ, ഇപ്പൊ കുട്ടിക്കാലത്ത് നമുക്കൊരു ട്രോമ ഉണ്ടായി, അപ്പൊ അത് അവിടെ വെച്ച് മേ ബി നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് വന്ന് പിന്നീട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഘട്ടത്തില് നമുക്ക് അതേ സിറ്റുവേഷൻ വരുവാണെങ്കിൽ, ഇല്ലെങ്കിൽ അതേ ഒരു ഇൻസിഡന്റ് നിർമ്മിക്കപ്പെടുവാണെങ്കിൽ നമുക്ക് തീർച്ചയായും ആ ഒരു ട്രോമ ട്രിഗർ ചെയ്യപ്പെടാം. ഈ ഒരു അവസ്ഥ എല്ലാവർക്കും ട്രിഗർ ചെയ്യണമെന്നില്ല. ചിലവർ ഓരോരാളെ മനസ്ഥിതി പോലെ ഇരിക്കും. ചിലവർക്ക് അത് ഓവറായിട്ട് ആളെ ബാധിക്കാം. ഫുൾ ലൈഫ് ലോങ് അതൊരു ട്രോമ പോലെ തന്നെ ഇരിക്കാം. അല്ലാത്തവർ അത് ജീവിച്ചു പോകുന്നവരും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ പോകാൻ പറ്റാത്തവർക്ക്, ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ കുട്ടിക്കാലത്തെ ഈ അച്ഛനമ്മയുടെ വഴക്ക് കണ്ട് വളരുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അവർ വലുതായി കല്യാണം കഴിക്കണ്ട എന്നൊരു തീരുമാനത്തിൽ എത്തുന്നവരുണ്ടാവാം. ഇല്ലെങ്കിൽ അച്ഛൻ അമ്മ തമ്മിലുള്ള ഒരു അടി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടു വരുന്ന കുട്ടികൾ അവരുടെ ജീവിതത്തിലും അതേപോലെ ഉള്ള സിറ്റുവേഷൻസ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയി
പെടാം. അങ്ങനെയുള്ള ഒരുപാട് അവസ്ഥകളുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ മെന്റൽ ട്രോമ നമ്മളായിട്ട് അതിജീവിക്കാൻ പറ്റാത്ത വശം നമ്മളൊരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ തീർച്ചയായും സമീപിക്കേണ്ടതാണ്. വേരിയസ് തെറാപ്പീസ് ഉണ്ട്. ഇന്നത്തെ രീതിയിൽ സൈക്കോളജി ഒരുപാട് റിസർച്ച് ഫുള്ളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ CBT, DBT, എക്സ്പോഷർ തെറാപ്പി, അങ്ങനെ ഒരുപാട് തെറാപ്പീസ് നമുക്ക് ഓരോ ട്രോമ അനുസരിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിലൂടെ തീർച്ചയായും നമുക്കൊരു ബെറ്റർ ലൈഫിലൂടെ മുന്നോട്ട് പോകാവുന്നതാണ്. മാം, അതുപോലെ മാമിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ട്രോമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏതെങ്കിലും ക്ലയന്റുകൾ സമീപിക്കുകയോ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഒന്ന് ഷെയർ ചെയ്യാമോ? ഇപ്പൊ ട്രോമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കേസസ് വരാറുണ്ട്. നോർമലി ഡിപ്രഷൻ, ആൻസൈറ്റി, ബൈപോളർ ഡിസോർഡർ, അങ്ങനെ ഒരുപാട് ഡിസോർഡർ സംബന്ധമായിട്ടുള്ള കേസസ് ഓൺ എ ഡെയിലി ബേസിസ് വരാറുണ്ട്. ബട്ട് അതിലൊക്കെ എനിക്ക് ഒരു കൗതുകം തോന്നിയ ഒരു കേസ് ഏതായിരുന്നു എന്ന് വെച്ചാൽ, ഒരു കുട്ടി ഒരു 2 ദിവസം മുന്നേ, അതായത് ആ കുട്ടിയുടെ കല്യാണത്തിന് 2 ദിവസം മുന്നേ ഒരു ഫോൺ കോൾ ചെയ്യുന്നു, അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്നു, കുട്ടി വരുന്നു. കുട്ടി വന്നിട്ട് ആ കുട്ടിക്ക് കല്യാണം കഴിക്കണോ അല്ലെങ്കിൽ കല്യാണത്തിൽ നിന്ന് മാറി നിൽക്കണോ, അതായത് കല്യാണം ഒന്ന് വേണ്ട വെക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് വന്നത്. അപ്പൊ ഫസ്റ്റ് കേസ് നമുക്ക് തോന്നുന്ന വെച്ചാൽ, ഈ ചെറുപ്പക്കാർക്ക് കല്യാണത്തിന് മുന്നേ ഒരു പേടി ഉണ്ടാവാം. റെസ്പോൺസിബിലിറ്റീസ് വരും, ഇല്ലെങ്കിൽ നമ്മള് ഇപ്പോഴുള്ള ജീവിതം പോലെ ആയിരിക്കത്തില്ല ഇനിയുള്ള ജീവിതം, അങ്ങനെയുള്ള ഒരു ഭയം അപ്പൊ ആ ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോവാറുണ്ട്. പക്ഷെ കുട്ടിയോട് കൂടുതൽ കാര്യം ചോദിച്ചപ്പോൾ ഈ ആളുടെ സ്പൗസ് അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന് സ്വഭാവത്തില് ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതായത് ഒരുപാട് ചീത്ത വാക്കുകളിലൂടെ ഒരു ടോക്സിസിറ്റിയിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പം കുട്ടിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇതുവരെ നമ്മൾ ചെലവാക്കിയ, അതായത് കല്യാണ ഒരുക്കത്തിന് വേണ്ടി ചെലവാക്കിയ കാര്യങ്ങളൊക്കെ വെറുതെ പോകത്തില്ലേ, വീട്ടുകാര് കുറ്റം പറയത്തില്ലേ, കുടുംബക്കാര് പരിഹസിക്കത്തില്ലേ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിരുന്നു. അപ്പം അതില് ഒരു നല്ല രീതിയിൽ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ആൾക്കൊരു ഡിസിഷൻ മേക്കിംഗ് രീതിയിലോട്ട് കൊണ്ടുവന്നു. അതായത് ആള് തന്നെ ഡിസിഷൻ എടുക്കുക, നമുക്ക് ജസ്റ്റ് അതിന്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും പറഞ്ഞു കൊടുക്കാനല്ലാതെ ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും ക്ലയന്റ് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ആളുടെ അമ്മയും സഹോദരനോടൊക്കെ സംസാരിച്ച് ആ കല്യാണം 2 ദിവസം, അതായത് കല്യാണത്തിന്റെ ഡേറ്റിൽ നിന്ന് 2 ദിവസം മുന്നേ ഒരു ഡിസിഷൻ എടുത്ത് വേണ്ടാന്ന് വെച്ചു. അപ്പൊ അത് എൻ്റെ ഒരു കരിയറിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു ഒരു കേസ് അങ്ങനെ പോയത്. അത് കഴിഞ്ഞ് മൾട്ടിപ്പിൾ സെഷൻസ് ആ കുട്ടി എടുത്ത് ഇപ്പോ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. മാം, അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുമെന്ന് പറയുമ്പോൾ പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട്, അയാൾക്ക് മാനസികമായിട്ട് എന്തോ വലിയ പ്രശ്നമുണ്ട്, അതെന്തോ ഒരു വലിയ പ്രശ്നമാണെന്ന രീതിയിൽ വളരെ മോശമായിട്ടൊക്കെയാണ് സൊസൈറ്റിയിൽ ഇപ്പോഴും കണ്ടുവരുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം? നമ്മൾ ബേസിക്കലി തമ്മിൽ പറയാറ് നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് നോക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഓവറോൾ വെൽബീങ്, ഓവറോൾ ഹെൽത്ത് നോക്കണം എന്നൊക്കെയാണ് തമ്മിൽ സംസാരിക്കുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ സൊസൈറ്റിയിൽ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ഈ ഹെൽത്തിന്റെ കൂടെ, ഇല്ലെങ്കിൽ ഹെൽത്തിന്റെ മുന്നിൽ നമ്മൾ മെന്റൽ എന്ന് ചേർക്കുമ്പോൾ അത് ഒന്ന് കാറ്റഗറൈസ് ചെയ്യപ്പെടുകയാണ്. മെന്റൽ എന്ന് പറയുമ്പോൾ അതിനെ എന്തോ മോശപ്പെട്ട വാക്കാണ്, ഇല്ലെങ്കിൽ വട്ട് എന്നുള്ള രീതിയിലാണ് പൊതുസമൂഹത്തിൽ ഭൂരിപക്ഷം പേരും കാണുന്നത് മെന്റൽ ഹെൽത്ത് എന്നുള്ള രീതിയിൽ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം നമ്മളെ ഫിസിക്കൽ ഹെൽത്ത്, അതായത് നമ്മുടെ കൈവേദന, കാലുവേദന, തലവേദന, മുട്ടുവേദന, ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് തന്നെ നമ്മുടെ മാനസിക ഹെൽത്ത്, അല്ലെങ്കിൽ ഒരു മാനസിക ശുശ്രൂഷ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ആ രീതിയിലും നമ്മൾ കൊടുക്കണം. ഇപ്പൊ പൊതുസമൂഹത്തിൽ, ഇപ്പൊ നമ്മുടെ ക്ലിനിക്കിൽ തന്നെ ആൾക്കാർ വരുവാണെങ്കിൽ അവര് ആരും അറിയാത്ത രീതിയിലോ, ഇല്ലെങ്കിൽ നമ്മൾ പാത്തും പതുങ്ങി എന്നൊക്കെ പറയല്ലോ, ആ ഒരു രീതിയിലാണ് ഇന്നും ആൾക്കാർ വരുന്നത്. അതും ഇതിനെക്കുറിച്ച് ബോധം ഇല്ലാത്ത ആൾക്കാർ അങ്ങനെയൊന്നുമല്ല, വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് പരിചയമുള്ള സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ഒരിക്കലും പോകില്ല. കാരണം എന്റെ ഒരു മാനസിക നില, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് അവര്
അറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി നമ്മൾ ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും ഇന്ന് നമ്മുടെ ഒരു ഹ്യൂമൻ പോപ്പുലേഷൻ കടന്നു പോകുന്ന ഒരു വിഷയമാണ്. നമുക്ക് ഷുഗർ ഉണ്ടാവുന്നു, പ്രഷർ ഉണ്ടാവുന്നു, കൊളസ്ട്രോളുകൾ ഉണ്ടാവുന്നു, അല്ലെ? അപ്പം ഈ ഒരു അവസ്ഥ പോലെ തന്നെ നമ്മുടെ ഹോർമോണൽ ചേഞ്ച് അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഹോർമോൺ അത് കറക്റ്റ് രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടാവുമ്പോൾ നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു വിഷയം മാത്രമാണ് ഈ മെന്റൽ ഹെൽത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ ആ രീതിയിൽ കാണാൻ പഠിക്കുക. അതായത് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല, പറയത്തക്ക രീതിയിൽ ഇല്ലെങ്കിൽ സമൂഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു കടബാധ്യതയോ ഇല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഇല്ലെങ്കിൽ കുട്ടികളെ പ്രശ്നം, ഇതെല്ലാം നോർമലായിട്ട് ഒരു പ്രശ്നമില്ലാതെ പോകുന്ന ആൾക്കാർക്കും ഡിപ്രഷൻ വരാം, ഇല്ലെങ്കിൽ അവർക്കും സന്തോഷം ഇല്ലായ്മ തോന്നാം. അതെന്തുകൊണ്ടായിരിക്കാം? അവർക്ക് എന്താണ് ഈ സന്തോഷം റിലീസ് ചെയ്യുന്ന ഹോർമോൺ സെറോട്ടോണിൻ അങ്ങനെയുള്ള ഹോർമോൺ ആ ഒരു ഉൽപ്പാദിക്കേണ്ട രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നൊരു കാരണമാവാം. അത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയും കൂടുതൽ അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ മെന്റൽ ഹെൽത്തും മറ്റുള്ളവരുടെ മെന്റൽ ഹെൽത്തിനും ഒരു ഡെവലപ്മെന്റ് ഇല്ലെങ്കിൽ ഒരു പുരോഗതി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ലെറ്റ്സ് ടോക്ക് മെന്റൽ ഹെൽത്ത് എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമുക്കൊപ്പം പങ്കെടുത്തത് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള റജില മനീരി മാം ആണ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ഒരുപാട് സന്തോഷം മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.